അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. ബഹുമാനം നിറഞ്ഞ മാതാപിതാക്കളെ, ഗുരുനാഥന്മാരെ, മുതിർന്നവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് റസൂലിനോടുള്ള സ്നേഹം എന്നതിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം എന്നതിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും റസൂലിൻ്റെ ഉമ്മത്തി എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ ഹബീബ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇഷ്ടപ്പെടുന്ന റസൂലിൻ്റെ ഉമ്മത്തിനെ, ആ ഉമ്മത്തായ ഞാനും നിങ്ങളും അടങ്ങുന്ന ആളുകളെ അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടത്തിലുള്ള പ്രസംഗത്തിൽ ഹജ്ജത്തുൽ വദാൽ വെച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ ഈ ദീൻ, ഇസ്ലാമുദ്ദീൻ പൂർത്തിയാക്കി തന്നു. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ ഈ ഇസ്ലാം മതം പൂർത്തിയാക്കി തന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇനി ദീനിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പുതുതായിട്ടൊരു കാര്യങ്ങളും കൂട്ടിച്ചേർക്കുവാൻ പാടില്ല. അങ്ങനെ ചേർത്താൽ എന്താണ്? റസൂൽ പൂർത്തിയാക്കിയ മതത്തേക്ക് എനിക്കും നിങ്ങൾക്കും കൂട്ടിച്ചേർക്കാൻ പറ്റൂല, ഒരിക്കലും പറ്റില്ല. അങ്ങനെ ചേർക്കുമ്പോഴാണ് ഫഹുവ റദ്ദുൻ, ഓനെ തള്ളിക്കളയണമെന്നാണ് ഇസ്ലാം പറഞ്ഞത്. അങ്ങനെ കൂട്ടിച്ചേർക്കുന്നവരെ ആ വാദത്തെ തള്ളിക്കളയണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ റസൂൽ പകുതിയാക്കി പോയിക്കോട്ടെ, ദീന് ഇല്ല, പൂർത്തിയാക്കിയിട്ടാണ് പോയത്, അല്ലേ? അത്രയും ജനങ്ങളെ സാക്ഷി നിർത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ, ഇന്ന ദിവസം നിങ്ങൾക്ക് ഞാൻ ഈ മതം, ഇസ്ലാം എന്ന മതം, ഇസ്ലാമുദ്ദീന് നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മൾ മീലാദ്, അല്ലേ, നബിദിനം, ബർത്ത്ഡേ, ജന്മദിനം, ആനിവേഴ്സറി, വെഡ്ഡിങ് ആനിവേഴ്സറി, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ആഘോഷിച്ച് ഇസ്ലാമിൽ കൂട്ടിച്ചേർത്ത് കലർത്തി കൊണ്ടുവരുമ്പോൾ ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ റസൂലിനെ ശരിക്കും എന്ത് ചെയ്യാണ്? നിന്ദിക്കുക ചെയ്യണത്, നമ്മൾ സ്നേഹിക്കല ചെയ്യണത്. അള്ളാഹു റസൂൽ പറഞ്ഞു, എന്നെ സ്നേഹിക്കലെങ്ങനെ? ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലിക്കോളി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുബ്സി വൽ ഹബായിസ്. ഇറങ്ങുമ്പോൾ ഫുറാനക്ക, പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് അബുവാബ. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ. വലതിനെ മുന്നിക്കുക, വലത്തുകൾ ചെയ്യുക, ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന, നബിൻ്റെ പേരിൽ സ്വലാത്ത്, ഇതൊക്കെ വർദ്ധിപ്പിക്കുക. പക്ഷേ ഇങ്ങനെ ദീനിലില്ലാത്ത ഒരുപാട് ആചാരങ്ങളുമായിട്ടല്ലേ ഇത് കാണുമ്പോൾ സത്യത്തിൽ സഹോദരന്മാരെ കരച്ചിലാണ് വരുന്നത്, സങ്കടം വരുന്നത്. റസൂലിൻ്റെ പേരിൽ ഇത്രയും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, പട്ടിണി കടന്ന, പ്രയാസം സഹിച്ച, നമ്മെ എന്ന് വെച്ചാൽ ജീവനെപ്പോലെ സ്നേഹിച്ച ആ റസൂലിൻ്റെ പേരിൽ ഓരോ ഇല്ലാത്ത ആചാരങ്ങൾ കൊട്ടി ആഘോഷിക്കപ്പെടുമ്പോൾ ഞാൻ നിങ്ങളും എതിർക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഞാൻ നിങ്ങളും നിന്ദിക്കേണ്ടതുണ്ട്, ഞാൻ നിങ്ങളും സഹകരിക്കാതിരിക്കേണ്ടതുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അത് നമ്മുടെ റസൂലിനെ സ്നേഹിക്കലല്ല, അത് ഹബീബിനെ പ്രേമിക്കലല്ല, അത് ഹബീബിനെ ഇഷ്ടപ്പെടലല്ല. ആര് കൊണ്ട് റസൂലിനെ ഇഷ്ടപ്പെട്ട സ്വഹാബത്ത് ഇത് ആഘോഷിച്ചിട്ടുണ്ടോ? റസൂലിന് കാലശേഷം ജീവിച്ച ഒരുപാട് സ്വഹാബ കിറാമുകൾ, ഒരുപാട് സ്വഹാബ വനിതകൾ, ഇവരാരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ ജന്മദിനം? ഇല്ല. അബൂബക്കർ റളിയല്ലാഹു ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഉമർ ഖത്താബ് ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. അലി ഇബ്നു അബൂ ത്വാലിബ് ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല. താബിഈങ്ങൾ ആരാ ഇത് ആഘോഷിച്ചത്? മുളഫർ എന്ന രാജാവാണല്ലോ. മൂപ്പരാരാ ദീനിൽ ഓരോന്ന് കെട്ടിക്കൂട്ടിക്കൊണ്ടുവരാൻ? ആര് മൂപ്പരാർ? അള്ളാഹുവിൻ്റെ റസൂൽ പൂർത്തിയാക്കിയ ദീൻ, ആ ഇസ്ലാമുദ്ദീൻ ആരാണോ കെട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്നത്, ഫഹുവ റദ്ദുൻ, അവനെ തള്ളിക്കളയേണ്ടത് എൻ്റെ നിങ്ങളുടെയും ലോക മുസ്ലിങ്ങളുടെ ഓരോ മുസ്ലിങ്ങളുടെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്ന് വിട്ടു നിൽക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ വിട്ടുനിന്നുകൊണ്ട് ഹറാമിനെതിരെ, ബിദ്അത്തിനെതിരെ പോരാടുന്ന ഓരോ മുത്തഖികളായി ഞാൻ നിങ്ങൾ മാറേണ്ടതുണ്ട്. അതിൽ നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.